എല്ലാ സുഹൃത്തുക്കളും വീണ്ടും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒരു തുമ്പയിലുണ്ടായ ഒരു സാഡ് ന്യൂസിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ തുമ്പ രാജീവ് ഗാന്ധി നഗറിൽ നിന്നും ഇസ്രയേലിലേക്കുള്ള യാത്രാമധ്യേ ജോർദാൻ ബോർഡറിൽ വച്ച് ജോർദാൻ അതിർത്തി സേനയുടെ വെടിയേറ്റ് മരണമടഞ്ഞു. വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഒരു ഓട്ടോറിക്ഷയും ചെറിയ വർക്കുകളും ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ നാട്ടിൽ ജീവിക്കുകയായിരുന്നൊരു ചെറുപ്പക്കാരൻ. ഞാൻ നേരിട്ടറിയുന്നതാണ്. എൻ്റെ വാസസ്ഥലത്തു നിന്നും ഏതാനും യാർഡുകൾ ദൂരെയാണ് ഈ അനി തോമസ് എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ വീട്. യാദൃച്ഛികമായിട്ടാണ് ഈ ന്യൂസ് നമ്മിലേക്ക് എത്തപ്പെടുന്നത്. ഇവർ ഇസ്രായേലിൽ പോയത് ശരിയായ രേഖകളുമായിട്ടല്ല എന്നാണ് അറിയുന്നത്. കാരണം ഇസ്രായേലിലേക്കുള്ള യാത്രകൾ പലരും ജോർദാൻ വഴി പോകാറുണ്ട്. അത് ഈ ടിക്കറ്റിൻ്റെ ലാഭം നോക്കി ഇവിടെ നിന്ന് അബുദാബി, അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്ത് അമാനിൽ പോയി അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് റോഡ് മാർഗം പോകുക. അത് കുറച്ച് ചീപ്പാണ്. എന്നാൽ ബോംബെ ഡയറക്റ്റ് ടെലവീവിലേക്കുള്ള ഫ്ലൈറ്റിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതാണ് ഇവർ ഈ മാർഗം തിരഞ്ഞെടുത്തത്. എന്നാൽ ഏറ്റവും വിചിത്രമെന്ന് പറയുന്നത് ശരിക്കും ഇവരെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ യുദ്ധ അന്തരീക്ഷത്തിൽ ആരും തന്നെ ഇവർക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായത് ജോർദാനിൽ വരെ എത്താനുള്ള ഒരു വിസിറ്റിംഗ് വിസ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഇവരെ ഈ ഏജൻറ്റ് എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻറ്റ് ബോർഡറിൻ്റെ അടുത്ത് വരെ വിട്ട് നിങ്ങൾ ബൈ വാക്ക് പൊയ്ക്കോളൂ എന്ന് പറയും. ആരും ചെയ്യാത്തൊരു വളരെ വളരെ മോശമായുള്ള ഒരു സംവിധാനമാണ് ആ ഏജൻറ്റ് കാട്ടിക്കൂട്ടിയത്. ലക്ഷങ്ങൾ രൂപയും ഏജൻറ്റ് വാങ്ങിയെടുത്തു. അവസാനം വെടിയുണ്ടയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. എനിവേ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഇനി കടക്കണ്ട. എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആരെങ്കിലും ഇസ്രായേലിലേക്ക് വിസിറ്റായിട്ട് പോകാനോ അല്ലെ എംപ്ലോയ്മെൻറ്റായിട്ട് പോകാനോ നേരെ മാർഗത്തിലൂടെ പോകാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സിങ്ങാണ്. ഇസ്രായേലിൽ ജോലിക്ക് വേണ്ടി ഇപ്പം ധാരാളം ആൾക്കാർ പോകാറുണ്ട്. വളരെ ലീഗലായി തന്നെ അവർ വിസകൾ കൊടുക്കാറുണ്ട്. ഡയറക്റ്റ് എംപ്ലോയർ തന്നെ വിസ പോണ ആളുടെ പേർക്ക് നേരിട്ട് അയക്കുകയും ഇവർക്ക് നേരിട്ട് ബോംബെ എംബസിയിൽ കോൺസുലേറ്റിൽ ചെന്നാൽ അവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വിസ സ്റ്റാമ്പ് ദേ ക്യാൻ ഫ്ലൈ. ട്രിവാൻഡ്രത്തിൽ എവിടെ നിന്ന് ഡയറക്റ്റ് ഏതെങ്കിലും വയ അബുദാബി എങ്ങനെ അവർക്ക് പോകാൻ. അത് യാതൊരു ബുദ്ധിമുട്ടില്ല. അവിടെ എല്ലാ എക്സ്പെൻഷൻ അവർ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എംപ്ലോയർ തന്നെ അതിനുള്ള സംവിധാനങ്ങളുണ്ടാക്കി അവിടെ എത്താൻ പറ്റും. ഇതിനെല്ലാം മാറ്റം മറിച്ച് പുണ്യസ്ഥലം എന്നുള്ളൊരു പേരും പറഞ്ഞ് ആരെയും ഗ്രൂപ്പിനെ സംഘടിപ്പിച്ച് ഇവർ പോകുന്നത് ജോർദാനിലിറങ്ങി അവിടെ ഒരു ബസ് അറേഞ്ച് ചെയ്ത് ബസ്സിൽ ഇവരെ എല്ലാം കയറ്റി ഇസ്രായേലിൽ പോകാറുണ്ട്. പക്ഷെ അത് തെറ്റില്ലാത്തൊരു മാർഗമാണ്. ഇതിന് അവിടെ ഇസ്രായേലിലുള്ള ഏജൻറ്റ് കാണും. ഇവിടുത്തെ ട്രാവൽ ഏജൻറ്റുമായിട്ട് ഏകോപിച്ച് ചെയ്യുന്നതാണ്. അതിൽ വലിയ കുഴപ്പങ്ങളെന്നാൽ ഇതിൽ ഇങ്ങനെ പോണവരിൽ പലരും വരാറില്ല. അവരവിടെ മാറി നിന്ന് ജോലി ശ്രമിക്കും. ഇറ്റ് ഈസ് ഇല്ലീഗൽ. പക്ഷേ ജനറലി ഇസ്രായേൽ ഗവൺമെൻറ് ഇന്ത്യൻസിനോട് ചെറിയ ഒരു സോഫ്റ്റ് കോർണറുണ്ട്. പക്ഷെ അത് എപ്പോഴും ഈ സോഫ്റ്റ് കോർണർ അവസാനിക്കുമെന്ന് പറയാൻ പറ്റിയില്ല. അത് ആൾക്കാർ ഏറ്റവും അധികം കൺട്രോൾ ചെയ്യാൻ വയ്യാത്തൊരവസരമാകുമ്പോൾ ഇസ്രായേലും ഇപ്പോൾ കാനഡയും ജർമ്മനിയും ലണ്ടനും അമേരിക്ക എടുക്കുന്ന നിലപാട് തീർച്ചയായും ഇസ്രായേലും എടുക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും പോകുമ്പോൾ സുരക്ഷിതമായി പോകാൻ ശ്രമിക്കുക. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലക്ഷങ്ങളും മുടക്കി പോയി അവസാനം ലക്ഷ്യത്തിലെത്തിച്ചേരാതെ വരുമ്പോൾ വരുന്നത് വലിയ നഷ്ടത്തിലും മറ്റുമായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും സുരക്ഷിതമായുള്ള യാത്ര നിങ്ങൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്, ഈ ഏജൻറ്റന്മാർ ഒന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോൾ പോകാം എന്നുള്ള പല വാഗ്ദാനങ്ങളും ഫാൾസ് റിപ്പോർട്ടിൽ നിന്ന് നിങ്ങളെ സമീപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ നഷ്ടപ്പെട്ടത്
ഈ അനി തോമസിൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനുമാണ്. വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ നാം പോയി അബദ്ധത്തിൽ ചാടുന്നത്? ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക. ഒരു പ്രധാനമായിട്ടുള്ളൊരു അതിൽ ആശാവഹമായൊരു കാര്യം, നാട്ടുകാരും മറ്റുള്ളവരും ചേർന്ന് നമ്മുടെ ഇവിടുത്തെ MP ശ്രീ അടൂർ പ്രകാശ് ഈ മരിച്ച അനി തോമസിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പ്രാരംഭ നടപടികൾ വളരെ ദ്രുതഗതിയിൽ ചെയ്യുകയാണ്. അദ്ദേഹം എക്സ്റ്റേണൽ മിനിസ്റ്റർ ശ്രീ ജയശങ്കറിനോടും അമാനിലുള്ള ഇന്ത്യൻ മിഷനോടൊക്കെ ഇടപെട്ട് വേണ്ട രീതിയിലുള്ള ദ്രുതഗതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അക്ഷയ നാട്ടുകാർക്ക് അതിൽ വലിയ സന്തോഷവും ഉണ്ടാകുന്നൊരു കാരണം ആശാവുമാണ്. അറ്റ്ലീസ്റ്റ് ആ മരണപ്പെട്ട അനി തോമസിൻ്റെ ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും അവസാനം ഒരു നോക്ക് കാണാനുള്ള ചാൻസെങ്കിലും കിട്ടുന്നെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഒന്ന് മാത്രം ഒരിക്കൽ കൂടി പറയുന്നു, ഇനിയെങ്കിലും അനാവശ്യമായ ഒരു ലൈസൻസോ ഇല്ലാത്ത ഏജൻസി മൂലം ഇസ്രയേൽ കടക്കാൻ ഇല്ലീഗലായിട്ട് പോകാൻ ആരും ശ്രമിക്കാതിരിക്കുക. കഴിയുന്നതും ഉള്ള വരുമാനത്തിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാണ്. സുരക്ഷിതമായും ലീഗലായിട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കുക, അതാണ് വേണ്ടത്. കുറച്ച് വൈകിയാലും അങ്ങനെ ലീഗലായി പോകാൻ നോക്കുക. ഇല്ലീഗലായിട്ടുള്ളൊരു യാത്ര ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. നമുക്ക് ദുഃഖമുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരന്, ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു നാടിന് നഷ്ടപ്പെട്ടത്. ഇനി ആരും അങ്ങനെ ഒരു നമുക്ക് തുമ്പയിലുള്ള നാട്ടുകാർക്കും പരിസരത്തുള്ളവർക്കുണ്ട് ഈ രീതിയിൽ ഒരു നഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവർക്കും ഇതൊരു പാഠമായി കാണുക. ഈ ഇല്ലീഗലായിട്ടുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. ഇനി പോകണമെങ്കിൽ തന്നെയും ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി മാത്രം പോകാൻ ശ്രമിക്കുക. ഈ അനി തോമസിൻ്റെ മരണത്തിൽ അതിയായ ദുഃഖം എല്ലാവർക്കുമുണ്ട്. അനി തോമസിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. കാണാം അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.